മസാലയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു മഞ്ഞ ഭാഗം ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതിലേക്ക് ഈ ഒരു മഞ്ഞ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില അരിഞ്ഞതും ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഗാർലിക് പൗഡറും ക്യൂമിൻ സീഡിൻ്റെ പൗഡറും പാകത്തിനുള്ള ഉപ്പും കാശ്മീരി മുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു വെള്ള ഭാഗം അതിൻ്റെ ഒരു പുറം ഭാഗം ഒന്ന് മൈദയിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കാം. കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് എൻ്റെ മിക്സിയിൽ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം മുട്ടയുടെ ഒരു ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞയുടെ ഭാഗത്തായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ഭാഗം വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ഇനി മൈദയും വെള്ളവും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ലൂസ് ബാറ്റർ ആക്കി എടുക്കുക. അതിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെർമിസെല്ലി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു കളറായി വരുമ്പോൾ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസി സ്റ്റഫ്ഡ് എഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ ചീസ് വലിഞ്ഞ് വന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഫ്രീസറിൽ കുറേ ദിവസം വെച്ച ചീസായിരുന്നു കേട്ടോ, അതുകൊണ്ടാവാം. ബട്ട് ടേസ്റ്റ് അടിപൊളിയായിരുന്നു.